ലോകത്തിൽ നമ്മൾ കിട്ടുന്ന ഭോഗം എന്ന് വെച്ചാൽ അനുഭവങ്ങൾ, സുഖാനുഭവങ്ങൾ, ഇതൊക്കെ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനി. ആയുസ് ശാശ്വതമല്ല. എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലേ? നീർപ്പോള പോലെ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. നീർപ്പോളാന്ന് വെച്ചാൽ വെള്ളത്തിലെ കോള പോലെ, അത് എപ്പോഴാണ് പൊട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ക്ഷണപ്രഭാചൽ എന്താണ്? പെട്ടെന്ന് കാണുന്ന ഒരു സുഖം, അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇനി എന്ത് സുഖം സമ്പാദിച്ചാലും അത് അനുഭവിക്കുന്ന ശരീരം കൊണ്ടല്ലേ. ഈ ശരീരം എത്ര കാലം നിൽക്കും? ഒരു സമയം കഴിഞ്ഞാൽ ശരീരം പോകും. സമ്പാദിച്ചതൊക്കെ അവിടെ ഇരിക്കും, ശരീരം അതിൻ്റെ പാട്ടിന് പോകും. വേഗേന നഷ്ടമായിടും ആയുസ്. അതുപോലെ വന്യസന്ധത്തെ ലോഹസ്ഥ അമ്പ് വെച്ചാൽ വെള്ളം, ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ എത്ര നേരത്തേക്ക് ഉണ്ടാവും? അതുപോലെ ഈ അനുഭവങ്ങളൊക്കെ പെട്ടെന്ന് മാറി മാറി വരും. അപ്പം അതിലൊന്നും മനസ്സ് ഭ്രമിക്കാതിരിക്കണം. അതേപോലെ മർത്യജന്മം ക്ഷണഭംഗുരം, ഓർമ്മിക്കണം. മർത്യജന്മം ക്ഷണഭംഗുരം. മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാവരുടെ ജന്മം അങ്ങനെയല്ലേ, ക്ഷണഭംഗുരാണ്. എത്ര കാലം നിൽക്കും ആർക്കും ഉറപ്പില്ല. അപ്പോൾ ആ വിഷയാസക്തി കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അല്പനേരത്തേക്കുള്ളൂ. അതേ വിഷയം തന്നെ വേറൊരു നമുക്ക് ദുഃഖമായിട്ട് വരും. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് സുഖമായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ പ്രായമാകുമ്പോഴോ അല്ലേ? വിഷയങ്ങൾ അനുഭവിക്കേണ്ട സാധനം ശരീരമാണ്. ഈ ശരീരം സുഖാനുഭവത്തിൽ മുഴുകിയിരിക്കുമ്പോഴാവും ആ ശരീരം കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും. ശരിയല്ലേ? അപ്പോൾ ഈ ശരീരം കൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടത്. അനുഭവിക്കേണ്ട ശരീരം തന്നെ പോവും. ആ ലോകത്തിൻ്റെ ആ സ്ഥിരതയില്ലായ്മ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ച സുഖങ്ങളൊക്കെ ക്ഷണികങ്ങളാണ്. എന്തുപോലെ ചക്ഷുശ്രവണകൾ അസമാന്തരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെയാണ്. ചക്ഷുശ്രവണം വെച്ചാൽ പാമ്പിൻ്റെ വായിൽപ്പെട്ട തവള. പാമ്പ് ഇങ്ങനെ തവള വിഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും തവള എന്താ ചെയ്യുക? നാക്ക് നീട്ടും ഇര പിടിക്കാൻ. മുക്കാൽ ഭാഗം പാമ്പിൻ്റെ വായിലായി. ആ സമയത്തും ഇര പിടിക്കാനുള്ള വാസന. നമ്മളെങ്ങനെയാണ്? കാലമാകുന്ന സർപ്പം നമ്മൾ വിഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ കാലസർപ്പത്തിൻ്റെ വായിലാണ് നമ്മളൊക്കെ. അത് ഓരോ നിമിഷവും ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ, കൂടി വരികയാണോ? ആലോചിച്ച് നോക്കുക. ആയുസ് കൂടുകയാണോ കുറയുകയാണോ? കുറയാണ്. അപ്പോൾ അനുഭവിക്കേണ്ട ശരീരം പോലും ശാശ്വതമല്ല, വിഷയങ്ങൾ ശാശ്വതമല്ല. അപ്പോൾ ലോകത്തിൽ നമ്മൾ കാണുന്ന വിഷയങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആരും പറഞ്ഞു തരണ്ട, ചിന്തയില്ലല്ലോ നമുക്ക്. അതല്ലേ കുഴപ്പം. മുമ്പേ ഗമിച്ചിട്ട് ഗോവിന്ദൻ്റെ മുമ്പേ ഗമിക്കാന്നല്ലാതെ ആലോചനയില്ല. ഇതൊക്കെ അനുഭവിക്കുമ്പോൾ കാണുമ്പോൾ ആലോചിക്കുക, ഇത് എത്ര കാലം ഉണ്ടാവും? ആ കാലത്തിൻ്റെ ആ പ്രവാഹത്തിൽ അതൊക്കെ ഒഴുകിപ്പോവും. പാമ്പിൻ്റെ വായിലിരിക്കുമ്പോഴും തവളയുടെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇര പിടിക്കലാണ്. അത് എത്ര ദയനീയമെന്നാൽ സ്വന്തം താൻ പെട്ട ആപത്തിനെ കുറിച്ച് അതിന് ബോധമില്ല അല്ലേ. താൻ പാമ്പിൻ്റെ വായിലാണ്, പാമ്പ് വിഴുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ല മോഹിക്കുക, അവിടെ സുഖം അനുഭവിക്കാനാണ്. ആയുസ് കഴിയാറായി, എന്നാലും ആഗ്രഹം അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചക്ഷുശ്രവണകളസ്തമാം ദർദരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ ആ സമയത്ത് ഭക്ഷണം തേടും. അതുപോലെ കാലാഹന പരിഗ്രസ്തമാവും ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. മനസ്സിൻ്റെ ആഗ്രഹം സുഖം ഇങ്ങനെ അനുഭവിക്കണമെന്നാണ്. ആലോല ചേതസ് എന്ന് പറഞ്ഞാൽ ഇളകുന്ന മനസ്സോട് കൂടി എന്നാണ്. ഒരു വസ്തുവിന് സുഖം ഉണ്ടെന്ന് തോന്നും, അത് കിട്ടുമ്പോൾ വേറൊന്നിനാണ് സുഖം തോന്നും. എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമല്ലേ അല്ലേ? ലോകത്തിൽ എല്ലാവർക്കും വേണ്ട സുഖമാണ്. പക്ഷെ എന്താണ് സുഖം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും. ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഇപ്പോൾ എല്ലാവരും പറയും സുഖം വേണം. എന്താ സുഖം? ആലോചിച്ച് നോക്കാം. എന്താ സുഖം? ഊണ് കഴിക്കണമാണ് സുഖം? ഉറങ്ങണമാണ് സുഖം? പണം ഉണ്ടാക്കണമാണ് സുഖം? അപ്പോൾ സുഖത്തിന് നിർവചനം എന്താണെന്നറിയോ? ഗീത പറയും, അശാന്തസ്യ ഉദസുഖം. ശാന്തി, മനസ്സമാധാനം ഉണ്ടെങ്കിലേ സുഖമുള്ളൂ. മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒന്നും സുഖമല്ല. ഭാഗവതത്തിലൊരു ഉദാഹരണമുണ്ട്. ആഘാതം നിയമാനസ്യ വധ്യസ്യ വനദുഷിതാണ്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു കുറ്റവാളി നാളെ കാലത്ത് തൂക്കിക്കൊല്ലും. തലേ ദിവസം അയാൾക്ക് നല്ലൊരു സദ്യ കൊടുത്തു. ഊണ് കഴിക്കാൻ പറ്റുമോ? നാളെ കാലത്ത് 6 മണിക്ക് കഴുത്തിൽ കയറ് വീഴും. ഇന്ന് രാത്രി നല്ല വിഭവസമൃദ്ധമായിട്ടൊരു സദ്യ ഉണ്ണാൻ പറ്റുമോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സിന് സമാധാനമില്ല. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞു, ഏതസ്മാത് അപരങ്കിഞ്ചിൽ മനഃശുദ്ധി എന്ന വിദ്യത. എന്തിനാ ഭാഗവതവും പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് വെച്ചാൽ
മനഃശുദ്ധിക്ക് മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സ് സ്വസ്ഥമായി കഴിഞ്ഞാൽ സമാധാനമായി. മനസ്സ് ഓടി നടക്കുമ്പോഴോ ദുഃഖം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആലോല ചേതസ എന്ന് പറഞ്ഞാൽ ആലോലമായ ഇളകുന്ന എന്നർത്ഥം. ഇളകുന്ന ചേതസ്സിൻ്റെ മനസ്സ്, ഇളകുന്ന മനസ്സുകൊണ്ട് സുഖാന്വേഷണം നടത്താണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഒരു വസ്തുവിനും സുഖമില്ല എന്നാണ് ആദ്യം അറിയേണ്ടത്. ഏത് വസ്തു എടുത്ത് നോക്കോളൂ, ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്നു, വേറൊരാൾക്ക് ചീത്തയാണെന്ന് തോന്നില്ലേ? ഒരു പ്രായത്തിൽ നല്ലത് വേറൊരു പ്രായത്തിൽ ചീത്തയല്ലേ? ഒരു സ്ഥലത്ത് നല്ലത് വേറൊരു സ്ഥലത്ത് ചീത്തയല്ലേ? അപ്പോൾ ലോകത്തിൽ ഒരു വസ്തുവിനും യഥാർത്ഥ സുഖമില്ല. ഭാഗവത്തിൽ ആ ഭിക്ഷുഗീതയിൽ പറയും, മനഃപരം കാരണം അവനന്തി സംസാരചക്രം പരിവർത്തിയതിൽ. മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം. മനസ്സ് ചില വസ്തുക്കളോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം അതിനെ സ്വീകരിക്കുമ്പോഴേക്കോ അത് നഷ്ടപ്പെട്ടു, വേറൊന്നിലായി ആഗ്രഹം. സദാസമയത്തും മനസ്സിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇതുപോലെ അനക്കമില്ലാതെ കിടക്കുന്നൊരു തടാകം, നല്ല ശാന്തമായ തടാകം. അതിനകത്ത് ഒരു കല്ല് വലിച്ചെറിഞ്ഞാലോ ഓളങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴാണോ ശാന്തമായിട്ട് മനസ്സ് നിൽക്കുക അപ്പോൾ നമുക്ക് സുഖമുണ്ട്. എപ്പോഴാണോ മനസ്സ് പല വിഷയങ്ങൾ ഓടി നടക്കുക അപ്പോൾ നമുക്ക് ദുഃഖവും വരും. ഈ തത്വം ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പുറത്ത് യാതൊരു വസ്തുവിനും സുഖമില്ല. ഏത് വസ്തു എടുത്താലും തൽക്കാലം സുഖം തോന്നും, കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് അറിവുള്ളവരെന്ത് ചെയ്യും? ബാഹ്യമായ വസ്തുക്കൾ സുഖം വയ്ക്കില്ല. ബാഹ്യ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖമൊക്കെ താൽക്കാലികമാണെന്ന് തിരിച്ചറിയും. നമ്മൾ ആലോചിക്കേണ്ടതൊക്കെ നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടല്ലോ. സുഖമായിട്ട് ഉണ്ണണോ, സുഖമായിട്ട് ഉറങ്ങണോ, സുഖമായിട്ട് കല്യാണം കഴിക്കണം, സുഖമായി എന്നുള്ളത് പിന്നെ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാം നമ്മൾ സുഖത്തിന് വേണ്ടി ചെയ്യാണ്. അവസാനം കിട്ടുന്ന ഫലം എന്താ? ദുഃഖവും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ സുഖം അന്വേഷിക്കുന്നത്. സുഖമില്ലാത്ത സ്ഥലത്ത് സുഖം അന്വേഷിച്ചാൽ കിട്ടുമോ? സുഖമില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ അന്വേഷിക്കുക. അത് എവിടെയാണോ സമാധാനമുള്ളത് അവിടേക്ക് മനസ്സ് പോകണം. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ആദ്യം തന്നെ പറഞ്ഞത് സാന്ദ്രാനന്ദ, അടുത്ത എന്താ? അവബോധാത്മകം. സാന്ദ്രാനന്ദം കേൾക്കുകയല്ല, അത് അനുഭവത്തിൽ വരണം. അനുഭവത്തിൽ വരണമെങ്കിലോ ഈ തത്വം മനസ്സിലാക്കണം. ലോകത്തിലെ ഒരു വസ്തുവിലും സുഖമില്ല, ദുഃഖമില്ല. സുഖവും ദുഃഖമില്ല സത്യത്തിൽ. പിന്നെ സുഖം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ശാശ്വതമായ ചലനമില്ലാത്ത ആ ഭഗവാന്റെ തത്വം മാത്രമാണ് മാറാത്തത്. ബാക്കിയെല്ലാം മാറില്ലേ? നമ്മുടെ ശരീരം മാറും, ശരീരം കൊണ്ട് അനുഭവിക്കുന്ന വസ്തുക്കളൊക്കെ മാറും, ചുറ്റുപാടുകൾ മാറും, എല്ലാം മാറും. അതുകൊണ്ട് എന്ത് പറ്റും? മനസ്സിനുള്ള സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് ആ പരമാർത്ഥ വസ്തുവിൽ ഭാഗവതം പറയുന്ന പോലെ സത്യം പരം ധീമഹി, ആ പരമസത്യത്തിലേക്ക് മനസ്സ് പോയാൽ സമാധാനം കിട്ടും. അതിന് പകരം വിഷയങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ സുഖം അന്വേഷിക്കുക. ഒരു മുത്തശ്ശി സന്ധ്യാസമയത്ത് ഒരു വഴിവിളക്കിൻ്റെ ചോട്ടിലിരുന്ന് എന്തോ തിരയാണ്, മണ്ണിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം നമ്മളേക്ക് നേരെ സന്ധ്യയായി. അപ്പോൾ അതിൽ പോയവരൊക്കെ ചോദിച്ചു എന്താ മുത്തശ്ശി നോക്കണം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇതിലൊരു സൂചി പോയി, തുന്നണ സൂചി. തുന്നണ സൂചിയൊക്കെ മണ്ണിൽ വീണവരെ കിട്ടുമോ? അത് ലൈറ്റൊന്നുമില്ല, ഒരു വഴിവിളക്കിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. എല്ലാവരും സഹായിച്ചു, ആരും സഹായിച്ചിട്ട് സൂചി കിട്ടുന്നില്ല. അവസാനം മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി ഈ സൂചി എവിടെയാണ് പോയത്? അത് മുറിക്കകത്ത്. ഇന്ന് ഇവിടെ നോക്കിയത്, ഇവിടെ വെളിച്ചുള്ളൂ, വെളിച്ചുണ്ടോ നോക്കിയത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് നോക്കണ്ടേ? അതുപോലെ സുഖം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള, അതായത് നമ്മുടെ മനസ്സ് അചഞ്ചലമായി നിൽക്കുമ്പോഴാണ് സുഖം ഉണ്ടാവുക. മനസ്സിൻ്റെ ശാന്തിയാണ് സുഖം. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ അവസാനം എന്ത് പറഞ്ഞു? ആയുരാരോഗ്യ, പിന്നെന്ത് വേണം? സൗഖ്യം വേണം. ആയുസ്സും ആരോഗ്യം ഉണ്ടായാൽ പോരാ, മനസ്സമാധാനം ഇല്ലെങ്കിലോ, അല്ലേ? അപ്പോൾ ആയുസ് തന്നെ ഒരു ഭാരമായിട്ട് മാറും. ഈശ്വരാനുഗ്രഹം കൊണ്ട് മനസ്സ് ഈശ്വരനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ സമാധാനം അനുഭവിക്കും. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ദുഃഖമാണെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. സുഖവൻ മന്യതേ ഗൃഹി എന്നാണ് ഭാഗവതം. സുഖവൻ മന്യതേ ഗൃഹി, ഗൃഹസ്ഥന്മാർ അത് സുഖമാണെന്ന് മന്യതേച്ച് വിചാരിക്കുന്നതാണ്. ദുഃഖത്തിനെ സുഖമായിട്ട് വിചാരിക്കുക. ഭാഗവത്തിൽ സൃഷ്ടി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ദുഃഖം സുഖമാണെന്ന് വിചാരിക്കും. അതാണ് മനുഷ്യൻ്റെ കുഴപ്പം. ദുഃഖങ്ങളൊക്കെ സുഖമാണെന്ന് തോന്നി തുടങ്ങും. അപ്പോൾ ആ ചിന്ത മാറിയിട്ട് യഥാർത്ഥ സുഖം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? പുരാണങ്ങളും ഇതുപോലുള്ള കാവ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു തത്വം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ അത് പറയുക. തത്വങ്ങൾ മാത്രം പറഞ്ഞാൽ എത്ര പേര് കേൾക്കാനുണ്ടാവും? കഥ പറഞ്ഞാൽ തന്നെ ഉറങ്ങാൻ മിടുക്കന്മാരാണ്, അല്ലേ?
തത്വം പറഞ്ഞാൽ ഉറങ്ങാൻ ഒരു ചിലവില്ല. അതുകൊണ്ട് തത്വങ്ങൾ എന്തുപോലെ ഈ ചില ഗുളിക, കയ്പുള്ള ഗുളിക പഞ്ചസാരൻ്റെ കോട്ടിങ് ഉണ്ടാവും അല്ലേ. അതുപോലെ പുരാണത്തിൽ കഥകളൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ ആ തത്വം നമ്മൾ മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് പുരാണങ്ങളിൽ പറയുന്നതൊന്നും മുഴുവൻ സത്യമായിക്കൊള്ളണമെന്നില്ല. പുരാണം പ്രമാണമല്ല. ആദ്യം ഉറപ്പിക്കണം, പുരാണം പ്രമാണമല്ല. പ്രമാണമാണെങ്കിൽ അത് വേദങ്ങൾ പ്രാമാണികമാണ്. അതായത് പുരാണങ്ങൾ പ്രാമാണികമല്ല. പുരാണത്തിൽ പല കഥകളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിശയോക്തിയൊക്കെ ഉണ്ടാവും. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അതിശയോക്തിയൊക്കെ പറയും. രാവണന് 10 തലയുണ്ടായിരുന്നു അല്ലേ, സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 മുഖമുണ്ട്, ഗണപതി എലിയുടെ മുകളിലിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഗണപതിക്ക് എലിയുടെ മുകളിലിരിക്കാൻ പറ്റുമോ? എലിയുടെ മുകളിൽ എങ്ങനെ ഇരുന്നാൽ പിന്നെ എലിയുടെ കഥ കഴിഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് വെറുതെ നമ്മളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആകർഷണം ഉണ്ടാവാൻ വേണ്ടി കുറച്ചൊക്കെ അതിശയോക്തിയൊക്കെ നടത്തും. അതുകൊണ്ട് പുരാണങ്ങൾ പ്രമാണമല്ല. പക്ഷെ പുരാണങ്ങളെ കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ പുരാണങ്ങൾ നമ്മളെ ഈശ്വരത്വത്തിലേക്ക് അടുപ്പിക്കും. അത് കഴിഞ്ഞിട്ടോ പുരാണത്തിൽ പറയുന്ന കഥകളുടെ താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ലക്ഷ്യം. കഥ അതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കഥ ആണല്ലോ. പുരാണങ്ങൾ ഇങ്ങനെ വിസ്തരിച്ച് പറയും. തത്വം എന്താണെന്ന് വെച്ചാലോ അത് തത്വം അറിയണമെന്ന് ആഗ്രഹമില്ല. പുരാണം കേട്ടാൽ പുണ്യം കിട്ടും. പുണ്യം കിട്ടാൻ വേണ്ടി ഭാഗവതം കേൾക്കുക. എന്നിട്ടോ പുണ്യം കിട്ടിയെന്ന് പറയാം, പക്ഷേ മനസ്സമാധാനം പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ കർമ്മങ്ങളെ കൊണ്ടൊന്നും പ്രയോജനമില്ല. അപ്പോൾ അതിനെന്ത് വേണം? ഇപ്പോൾ നമ്മളിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപകടത്തിൻ്റെ മുകളിലാണ്. ഏത് നിമിഷത്തിലും ഇത് പോയിന്ന് വരാം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം കൊണ്ട് മനസ്സ് ശാന്തമാവുക, ശാന്തമായ ഈശ്വര തത്വത്തിലേക്ക് മനസ്സ് തിരിയുക. അതിനു വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ ഇതൊക്കെ പറയാം. അതിൻ്റെ കഥ പറഞ്ഞ് നമ്മളെ ഭ്രമിപ്പിക്കാനല്ല, തെറ്റിദ്ധരിപ്പിക്കാനല്ല, നമ്മളെ ആകർഷിക്കാൻ വേണ്ടി കുറച്ചൊക്കെ പറയും. പിന്നെ അറിവുള്ള ആളുകൾ അതിനെ ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 മുഖം ഉണ്ടെന്ന് പറയും. 6 മുഖം എന്നല്ലേ പറയാറ്, അറുമുഖൻ. എൻ്റെ ഈ 6 മുഖം എന്ന് പറഞ്ഞത് ഒരാൾക്ക് 6 മുഖം ഉണ്ടാകുമോ? വേറൊരാൾക്ക് 10 മുഖമുണ്ട് അല്ലേ, രാവണന്. അപ്പോൾ എന്താ അതുകൊണ്ട് പ്രയോജനം? രാവണന് 10 മുഖമുണ്ട്, 10 തലയുണ്ട്. അവിടെ എന്താ പ്രയോജനം? ഒരു ശരീരത്തിന് ഒരു തല പോലെ. ഒരു ശരീരത്തിന് ഒരു തല തന്നെ കൊണ്ടു നടക്കാനുള്ള പാട് നമുക്കറിയാം. അപ്പോൾ 10 തലയൊക്കെ വന്നാലത്തെ സ്ഥിതി എന്താ? 6 തല വന്നാലത്തെ സ്ഥിതി എന്താ? ഒരിക്കലും ഈ ബാലഗോകുലത്തിലെ കുട്ടികളോട് ചോദിച്ചു, രാവണന് 10 തലയുണ്ടല്ലോ, അവിടെ എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. ഉടനെ ഒരു കുട്ടി പറഞ്ഞാൽ എന്താ അറിയോ? ഒറ്റയ്ക്ക് സംഘഗാനം പാടാന്ന്. ഒറ്റയ്ക്ക് സംഘഗാനം പാടാന്ന്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 മുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുബ്രഹ്മണ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മം എന്ന് വെച്ചാൽ വേദമാണ്. വേദം തേനെ ബ്രഹ്മഹൃദായ ആദികവയെ. ബ്രഹ്മം എന്നുള്ളത് വേദത്തിൻ്റെ മറ്റൊരു പേരാണ്. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാലോ ശുദ്ധമായ സുഷ്ടുവായ വേദജ്ഞാനം, ശരിയായ വേദപരിജ്ഞാനം. വേദത്തിൻ്റെ ശരിയായ പരിജ്ഞാനമാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ വേദം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് 6 വേദാംഗങ്ങളുണ്ട്. വേദാംഗങ്ങൾ 6 ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്സ് തുടങ്ങിയിട്ടുള്ള 6 വേദാംഗങ്ങളുണ്ട്. ഈ വേദാംഗങ്ങൾ പഠിച്ചാലേ വേദാംഗങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ വേദത്തിൻ്റെ തത്വം മനസ്സിലാവൂ. ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്സ്, മീമാംസ 6 അപ്പോൾ 6 വേദാംഗങ്ങളെ കൊണ്ടാണ് വേദത്തിൻ്റെ പരിപൂർണ്ണ ജ്ഞാനം ഉണ്ടാവുക. ശിക്ഷ എന്ന് പറഞ്ഞാൽ വേദം ചെല്ലാൻ പഠിക്കുക, ഓത്ത് പഠിക്കുക എന്ന് പറയും. അതിങ്ങനെ ചെല്ലാൻ പഠിക്കുക എന്നുള്ള അർത്ഥമൊന്നും ആ സമയത്ത് ആലോചിക്കില്ല, അർത്ഥം പറഞ്ഞു കൊടുക്കുകയില്ല. ഓത്ത് ചെല്ലുമ്പോൾ ഒരു ഋക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഓത്തിനർത്ഥമോ പോത്തെന്നാണ് ചെയ്യുന്നത്. ഓത്തിനർത്ഥം പറയേണ്ട ആവശ്യമില്ല. അത് ശിക്ഷയാണ്. അക്ഷരം തെറ്റാതെ, സ്വരം തെറ്റാതെ ജപിക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞ് വ്യാകരണം, നിരുക്തം, ഛന്ദസ്സ്, മീമാംസ ഇതെല്ലാം കൂടി ചേരുമ്പോഴേ വേദത്തിൻ്റെ പരിപൂർണ്ണാർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 മുഖമുണ്ടെന്ന് പറയാം. അറിവുള്ളവർ അർത്ഥം മനസ്സിലാക്കും. അറിവുള്ളവർ എന്താ അതിൻ്റെ താല്പര്യം അന്വേഷിച്ചറിയും. മനുഷ്യാണ് സഹസ്രേഷു കച്ചില്യതത്തി. 1000 പേര് ഈ പുരാണങ്ങൾ കേട്ടാൽ
ഒന്നോ രണ്ടോ പേരെ ചിലപ്പോൾ തത്വം മനസ്സിലാക്കുള്ളൂ. അത് മതി. ഈ ആധ്യാത്മിക വിഷയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കാം. പുരാണ കഥകൾ കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സ്, സാധാരണ ജനങ്ങളുടെ മനസ്സ് കുറച്ച് വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഈശ്വരനിലേക്ക് മനസ്സുറയ്ക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങളിൽ കഥകളൊക്കെ പറയാം. അത് മനസ്സിലാക്കാതെ പുരാണങ്ങളൊക്കെ സത്യമാണ്, സാധുവാണെന്ന് വിചാരിക്കരുത്. ആളുകൾ പലപ്പോഴും പുരാണങ്ങളെ പ്രമാണമായിട്ട് പറയും. പല കാര്യങ്ങളും പറയുമ്പോൾ ഇന്ന പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പുരാണം സാധുവല്ല, പുരാണം പ്രമാണമല്ല. അത് നമ്മളെ കഥ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തത്വബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവേദിയാണ് പുരാണങ്ങളിൽ. അപ്പോൾ പുരാണങ്ങളിൽ ഈ സ്തുതികളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്തുതികളിൽ കൂടി ഈശ്വരനിലേക്ക് മനസ്സ് ഒഴുകും. ഇപ്പോൾ രാമായണത്തിലെ ക്ലിപ്പാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ഒരു നാമം പറയുമ്പോൾ ഒരു 10-20 വിശേഷങ്ങളുണ്ടാവും. അനേകം വിശേഷങ്ങളോട് കൂടിയിട്ടേ രാമനാമം പറയുള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അർത്ഥം ഉണ്ടാവും. ഇപ്പോൾ രാമതത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ വിശേഷങ്ങൾ അർത്ഥം കൂടി മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് അത് പറ്റിയെന്ന് വരില്ല. അവർ കേട്ട് പുണ്യം കിട്ടിയെന്ന് പറഞ്ഞ് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ആരാണോ ആ തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അയാൾക്കാണ് ശരിയായിട്ട് ജ്ഞാനം ഉണ്ടാവുക. ഇപ്പോൾ ശ്രീരാമേന്ദ്ര സ്വാമി തൻ്റെ ജീവിതം ദുഃഖപൂർണ്ണമായി കാണിച്ചതെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ജീവിതം ദുഃഖപൂർണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരുടെ ജീവിതം? ഈശ്വരന്മാരുടെ ജീവിതം പോലും ദുഃഖം നിറഞ്ഞതല്ലേ. ദുഃഖമില്ലാത്ത ഒരു അവതാരം ഉണ്ടെങ്കിൽ കൃഷ്ണാവതാരം മാത്രമേ ഉള്ളൂ, അല്ലേ? കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കരുന്നതായിട്ട് എവിടെയെങ്കിലും കാണോ? അതാണ് പരിപൂർണതമ കൃഷ്ണ. പരിപൂർണതമാണ് കൃഷ്ണാവതാരം. മറ്റവതാരങ്ങളൊക്കെ അംശം, അംശാംശം, അങ്ങനെ 6 തരമുണ്ട്. കല, അങ്ങനെ 6 തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങളിലൊക്കെ ഇതാണ് നമ്മളെ പഠിപ്പിക്കുക. മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചാൽ നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ദുഃഖങ്ങൾ പുറകെ വരും. അപ്പോൾ ആ സമയത്ത് ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന സുഖവസ്തുക്കളിൽ നിന്ന് മനസ്സ് പിന്മാറണം. അതിന് അനുഭവങ്ങൾ വരണം. ഇപ്പോൾ ഈശ്വരൻ എവിടെയോ ഇരുന്നെങ്കിലും ഉപദേശിച്ചാൽ നമുക്ക് ഈശ്വരന് അപ്രാപ്യനാവും, അല്ലേ? ഈശ്വരൻ സ്വർഗത്തിലോ എവിടെയെന്ന് അറിയില്ല, എവിടെ ഇരുന്നിട്ടാണ് ഈശ്വരൻ ഉപദേശിക്കുക എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഈശ്വരനും നമ്മൾ തമ്മിൽ ഒരു അടുപ്പമില്ലാണ്ടാവും, അല്ലേ? ഈശ്വരൻ എവിടെയോ സ്വർഗത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഉപദേശം തരാണ്. വേണമെങ്കിൽ ഒരു വടിയൊക്കെ കയ്യിലുണ്ടാവും, അല്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഈശ്വരൻ. അങ്ങനെ ഒരു ഈശ്വരനെ കുറിച്ച് നമുക്ക് അറിയാമെന്നല്ലാണ്ട് നമുക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ വരില്ല, ഒരു താല്പര്യം വരില്ല. നേരെ മറിച്ച് ഈശ്വരൻ നമ്മളെ പോലെ മനുഷ്യനായിട്ട് വന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ കൂട്ടുകാരനായി, അല്ലേ? കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കുട്ടിക്കാലത്ത് ഗോപിമാർ അതേപോലെ തന്നെ യശോദയ്ക്കും നന്ദഗോപർക്കുമൊക്കെ സ്വന്തം കുട്ടിയായിരുന്നില്ലേ, അല്ലേ? ഈശ്വരൻ അതിന് പകരം സ്വർഗത്തിലിരുന്നൊക്കെ ഉപദേശിക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഈശ്വരനെ സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ്റെ കഥകൾ കേൾക്കണം. അതാണ് മേൽപ്പത്തൂര് നേത്ര ഈ ശ്രോത്ര ഈശ്വരി കഷ്ടാദേ സൃഷ്ടിചേഷ്ട മനുഷ്യജന്മം ദുഃഖപൂർണ്ണമാണെന്ന് അറിഞ്ഞിട്ടോ മനസ്സ് ഭഗവാനിലേക്ക് തിരിക്കണം. അത് അങ്ങനെ വന്നാൽ മനസ്സിന് ശാന്തി കിട്ടും. അപ്പോൾ നമ്മൾ ഈ പുരാണം കേൾക്കുന്നതും വേദം പഠിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? മനസ്സമാധാനമാണ്, അല്ലേ? മനസ്സമാധാനത്തിന് അനുയോജ്യമായ വിധത്തിൽ ഇത് പഠിക്കണം. അല്ലാണ്ട് വെറുതെ പുരാണങ്ങളിങ്ങനെ കാണാതെ നല്ലതാണ്, അല്ലേ? കഥയൊക്കെ മനസ്സിലാവും. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കില്ല. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനഃശുദ്ധിയാണ്. അതാണ് ആരോഗ്യ സൗഖ്യം. ആയുസ്സും ആരോഗ്യം മാത്രം പോരാ, സൗഖ്യം ഉണ്ടാവണം. അതുകൊണ്ട് ലക്ഷ്മണർ പറയും, പാന്തർ പെരുവിഴമ്പലം തന്നെ താന്തരായി കൂടി യോഗം വരും പോലെ. ഈ ജീവിതം എങ്ങനെയാ? പാന്തർ പെരുവഴിയമ്പലം തന്നില്ലേ. പാന്തർ എന്ന് പറഞ്ഞാൽ ആരാ? യാത്രക്കാരൻ. പെരുവഴിയമ്പലം വെച്ചാൽ വഴിയമ്പലം. പഴയ കാലത്ത് ഈ ആളുകൾ ഇങ്ങനെ നടന്നാണല്ലോ സഞ്ചരിക്കുക, വാഹനമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി വഴിയമ്പലങ്ങൾ പണിയും. വഴിയമ്പലത്തിൽ എന്നാൽ അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകും. ഒരു വഴിയമ്പലത്തിൽ എത്രയോ ആളുകൾ വരുന്നുണ്ട്. ഇവർ പരസ്പരം അറിയോ? എവിടുന്നോ വന്നു, വിളിച്ചായപ്പോൾ പൊടി തട്ടി എല്ലാവരും പോവുകയും ചെയ്തു. ഈ ലോകം ഒരു വഴിയമ്പലമല്ലേ സത്യം പറഞ്ഞാൽ? നമ്മളൊക്കെ എവിടുന്നോ വന്നതെന്ന് നമുക്കറിയില്ല. ഓ എവിടേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു, സ്നേഹമായി, ബന്ധങ്ങളായി. കുറച്ച് കഴിഞ്ഞാലോ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങിപ്പോയിന്ന് വരാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇത് യാത്രക്കാർക്ക് തങ്ങാനുള്ള ഒരു വഴിയമ്പലാണ് ഇത്രേ. പാന്തർ എന്ന് വെച്ചാൽ വഴിയമ്പലം. ഓരോ ജീവാത്മാക്കളും പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരം എടുക്കും. ആ പ്രാരബ്ധം തീർന്നാലോ ആ ശരീരം ഒഴിച്ചിട്ട് അവിടെ പോവുകയും ചെയ്യും. ഈ ചിത്രകേതുവിൻ്റെ കഥയിൽ ചിത്രകേതു മഹാരാജാവ് തൻ്റെ മകൻ മരിച്ചപ്പോൾ കരഞ്ഞു.
വലിയൊരു കഥയാണ്, ഇപ്പോൾ കഥ പറയാൻ സമയമില്ല. മകൻ മരിച്ചപ്പോൾ ചിത്രകേതു മഹാരാജാവ് പ്രതിയും തലയിട്ടടിച്ച് തലതല്ലി കരഞ്ഞു. അപ്പോൾ നാരദ മഹർഷി അവരോട് പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ്, വന്നും പോയിരിക്കും, ആരും ആയുസ് നിശ്ചയിക്കുന്നത് നമ്മളല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞിട്ടും രാജാവിന് ബോധ്യം വന്നില്ല. അതങ്ങനെയാണല്ലോ, ഈ ദുഃഖം വരുമ്പോൾ ആരെന്തൊക്കെ ഉപദേശിച്ചാലും ചില ദുഃഖങ്ങളൊന്നും താങ്ങാൻ പറ്റാതെ വരും, മനസ്സ് വല്ലാതെ വിങ്ങും. അപ്പോൾ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ടിട്ട് രാജാവിന് അതുകൊണ്ട് ബോധ്യമായില്ല. അപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്തു, തൻ്റെ കമണ്ഡലൂരിലെ വെള്ളം എടുത്തിട്ട് ആ ശരീരത്തിൽ തളിച്ചു, മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ തളിച്ചിട്ട് പറഞ്ഞു, ജീവാത്മൻ പശ്യ ഭദ്രന്ത്, ഹേ ജീവാത്മാവേ ഉണരൂ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു വീണ കുട്ടി ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ എണീറ്റിരിക്കുക. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇത് കണ്ടില്ലേ, അച്ഛൻ കാര്യങ്ങൾ കണ്ടില്ലേ, അമ്മ കാര്യങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ സമാധാനിപ്പിക്കണ്ടേ, രാജ്യം ഭരിക്കേണ്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി 4 പാട് നോക്കിയിട്ട് ചോദിച്ചു, ഏതാ അച്ഛൻ ഏതാ അമ്മ എന്ന്. ശരീരം വിട്ടപ്പോൾ അമ്മയില്ല അച്ഛനുമില്ല. ശരീരത്തിലിരിക്കുമ്പോഴല്ലേ അമ്മ അച്ഛനുകളും അല്ലേ. ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ആ ജീവൻ ആരോടൊരു ബന്ധമില്ല. ആ ശരീരത്തിൻ്റെ താൻ അനുഭവിക്കേണ്ട പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ശരീരം അത് ഉപേക്ഷിച്ച് പോകും. അതുകൊണ്ട് അതാണ് ഗീത പറഞ്ഞത്, എന്താണ്, പഴക്കമാർന്നുള്ള വാസാംശ ജീർണാൻ യഥാവിഹായ, പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം എടുക്കുന്ന പോലെ ജീവൻ ഓരോ ശരീരങ്ങൾ സ്വീകരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എത്രയേ ഉള്ളൂ, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ കാന്തരായി കൂടി യോഗം വരും പോലെ, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെ. നദിയിൽ മരത്തടികൾ ഒഴുകി വരും. നമുക്ക് ഇവിടെ ഒന്നും അത്ര പരിചയമില്ല, ഭാരതപ്പുഴയുടെ ഒക്കെ ചെന്നാൽ കാണാം. ഇപ്പോഴും കാലവർഷം വന്നവിടെ വെള്ളം കുതിച്ചിങ്ങനെ ഒഴുകി വരും. അതിൻ്റെ കൂടെ ചില തടികഷ്ണങ്ങൾ ഒഴുകി വരും. ഈ തടികഷ്ണങ്ങൾ ചില സമയത്ത് ഇങ്ങനെ കൂടിച്ചേരും, ചില സമയത്ത് തിരിഞ്ഞു പോകും. ഇതുപോലെയല്ലേ നമ്മുടെ അവസ്ഥ. ആരോട് കൂടി എത്ര കൂട്ടുകാരുണ്ടായത്, ഇതൊന്നും ശരീരം പോയിക്കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ആ ശരീരത്തിന് ആത്യന്തികമായ സുഖമായിട്ട് കണക്കാക്കരുന്ന അർത്ഥം. അത് തൽക്കാലത്തേക്ക് കിട്ടിയ ഒരു അനുഭവം, അത് കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ ആയുസ് പോകുന്നത് ഏതും അറിയില്ല, ആയുസ് കടന്നു പോണത് അറിയില്ല. കാലക്രീഡതി യച്ഛത്തി ആയു, കാലം കളിക്കണം, ആയുസോ കുറഞ്ഞു പോകണം. ഓരോ ദിവസവും ആയുസ് കുറഞ്ഞു വരികയല്ലേ, കൂടി വരികയാണോ? ആണോ? ആയുസ് കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ഷീറ്റ് കയറി അല്ലേ. നമ്മളൊരു തരം കലണ്ടർ ഉണ്ടല്ലോ, ഡിസംബർ 31 കാലി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഷീറ്റ് കയറിക്കൊണ്ടിരിക്കുക, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ലോകത്തിലെ ഏത് വിഷയത്തിലും കിട്ടുന്ന സുഖം ശാശ്വതമല്ല. അതുപോലെ അതിനെ വിശ്വസിക്കാനും പാടില്ല. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകാൻ നമുക്കറിയില്ല. പിന്നെ എങ്ങനെ വേണം ശരിയായിട്ട് സുഖം കിട്ടണമെങ്കിൽ അവനവൻ്റെ സ്വരൂപത്തിലേക്ക് മനസ്സുറയ്ക്കണം. ഞാൻ ആരാണ് എന്നുള്ള ബോധം ഉറയ്ക്കണം. ഞാൻ ആരാണ് ബോധം ഉറച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു വിഷയത്തിലും നമുക്ക് വേവലാതിയില്ല. ഞാനിതൊന്നും അല്ല, ഞാൻ ആരാ, ഞാൻ ഇതിനെയൊക്കെ അറിയുന്ന ബോധമാണ് എൻ്റെ സ്വരൂപം. ഈ ബോധമാണ് നമ്മളാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാവില്ല. ജീവൻ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ മനുഷ്യരാവുള്ളൂ അല്ലേ. ജീവൻ പോയാലോ, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് എന്താ വിളിക്കുക? ജീവൻ പോയ ശരീരത്തിന് ശവം എന്ന് വിളിക്കും. അത് ആര് മരിച്ചാലും എത്രയേ ഉള്ളൂ അല്ലേ. ആരും ഒരു ഡോക്ടർ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഡോക്ടർ ശവം എന്നാരെങ്കിലും പറയുമോ? ഡോക്ടർ ശവം, ഡോക്ടർ മന്ത്രി ശവം അങ്ങനെ പറയാറുണ്ടോ? മന്ത്രിമാരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം, എന്നാലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ലോകത്തിൽ ഈ ശരീരത്തിൽ നിന്ന് ചേതസ് പോയി, ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ അത് ജഡവസ്തുവാണ്. ആ ശരീരത്തിനോട് നമുക്ക് സ്നേഹം തോന്നില്ല. ഭഗവതത്തിൽ പറയും, ഭാര്യ വിഭ്യതി തസ്മിൻകായെ, സ്വന്തം ഭാര്യ പോലും ആ ശരീരം കണ്ടാൽ ഭയപ്പെടും, മരിച്ചു കിടക്കും. അതുവരെ സ്നേഹപൂർവ്വം വിവാഹം കഴിച്ചിട്ട് 60 കൊല്ലമായി വളരെ ഇണവിലിയാതെ ജീവിച്ചവരാണ്. പക്ഷേ ഒരാൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, ആ മരിച്ചു കിടക്കുന്ന ശരീരത്തിനോടുകൂടി ഒറ്റയ്ക്ക് ഒരു ദിവസം കഴിയാൻ ധൈര്യം ഉണ്ടാവുമോ? കാരണം ചൈതന്യം പോയി, പിന്നെ അത് ശവമായി. കൃമി ഭസ്മസഞ്ജാന്തം, കൃമി വിട്ട ഭസ്മം, ഇങ്ങനെ 3 അവസ്ഥയുള്ളൂ ശരീരത്തിന്. 3 ഉള്ളൂ. കൃമി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിടന്ന് പുഴുവരിക്കുക, കൃമികളാവും. പിന്നെയോ വല്ല സിംഹമോ പുലിയൊക്കെ പിടിച്ചു വന്നാൽ അതിൻ്റെ കാഷ്ടമായിട്ട് മാറും അല്ലേ. ഇത് രണ്ടുമല്ല കുടുംബത്തിൽ കിടന്ന് മര്യാദയ്ക്ക് മരിച്ചാൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, കുടുംബത്തിൽ കിടന്ന് മര്യാദയ്ക്ക് മരിച്ചു അല്ലേ. മര്യാദയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ
ബന്ധുക്കളെല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് കത്തിക്കും. ഇതിനപ്പുറത്തൊരു സ്ഥിതി ഉണ്ടോ ശരീരത്തിന്? ആ ശരീരത്തിനാണ് നമ്മൾ സർവ്വതമായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് സുഖം അനുഭവിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഈ ലോക വിഷയങ്ങളിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ. എത്രമാത്രം ഇത് കുറയ്ക്കാൻ പറ്റും അത്രയും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. ലോക വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം കുറയ്ക്കും തോറും മനസ്സിന് സമാധാനം ഉണ്ടാകും. ബന്ധം കൂടുന്തോറും മനസ്സ് അസ്വസ്ഥമാകും. അതിന് ലോകത്തിനെ എല്ലാവരും വെറുക്കണം എന്നല്ല അർത്ഥം കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ആരും വെറുക്കണം എന്നൊന്നുമല്ല, മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുക. ഇത് താൽക്കാലികമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക, അതേ പറ്റുള്ളൂ. ലോക വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം വേണ്ടേ, വസ്ത്രം വേണ്ടേ, അല്ലേ, വീട് വേണ്ടേ? ഇതൊക്കെ വേണം, ഇതൊക്കെ ആവശ്യമാണ്. ഈ ശരീരം നിലനിർത്താൻ അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതാണ് സർവ്വമെന്ന് വിചാരിക്കരുതെന്നർത്ഥം. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെടുന്നതിനുള്ള ബോധത്തോടു കൂടി രാമകൃഷ്ണ പരമഹംസർ നല്ലൊരു ഉദാഹരണം പറയും. ഈ ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ മുളഞ്ഞിൽ പറ്റും, അല്ലേ? ചക്ക മുറിച്ചാൽ അതിന് മുളഞ്ഞിൽ കൈ പറ്റും. അത് പറ്റാതിരിക്കാൻ എന്താ സൂത്രം? കൈ കുറച്ച് വെളിച്ചെണ്ണ വരട്ടുക. വെളിച്ചെണ്ണ വരട്ടിക്കൊണ്ട് ചക്ക മുറിച്ചാൽ ചക്കപ്പഴം തിന്നുകയും ചെയ്യാം, മുളഞ്ഞിൽ പറ്റുകയില്ല. അതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനോടും ഈ ഒരു ഒട്ടലില്ലാത്തൊരവസ്ഥ ഉണ്ടാകണം. അത് വന്നു കഴിഞ്ഞാൽ ജീവിതം ആനന്ദിക്കുന്ന ഒരവസ്ഥയാവും. ദുഃഖമല്ല, പിന്നെ ആനന്ദമാണ്. കാരണം ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സുഖമുണ്ട്. നമ്മൾ ഈ സാധാരണ ഇന്നത്തെ കാലത്ത് ഉള്ളവരും ഇല്ലാത്തവരും പറയാറില്ലേ, പണക്കാരും പാവപ്പെട്ട ഉള്ളവരും ഇല്ലാത്തവരും, ഇതാണ് സാധാരണ കേൾക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു കൂട്ടരുണ്ട്, എന്താ വേണ്ടാത്തവർ. അതാരെങ്കിലും കേൾക്കണ്ടോ? ഉള്ളവരും ഇല്ലാത്തവരും മാത്രമല്ല, അതിൻ്റെ കൂടെ വേണ്ടാത്തവരെന്നൊരു കൂട്ടരുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ ലോക വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും അതുമായിട്ട് ഒട്ടലില്ലാതിരിക്കുക. ആ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയില്ലേ, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ആലോചനാപൂർവ്വം മനസ്സിലാക്കണം. പ്രപഞ്ചത്തിലെ സകല വിഷയങ്ങളും ശാശ്വതമല്ല, ഒക്കെ പെട്ടെന്ന് മാറുന്നതാണ്. അതിൽ മനസ്സുറപ്പിയാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ മനുഷ്യ ജീവിതത്തിനെ അതിന് അർത്ഥപൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ജനിച്ചു മരിച്ചു, എത്ര പേര് ജനിച്ചു മരിച്ചിട്ടുണ്ട്, അല്ലേ? എത്ര പേര് ജനിച്ചു മരിക്കണ്ടേ? ഇവരൊക്കെ എന്ത് നേടി? കുറേ കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നു, പണം ഉണ്ടായി, കുട്ടികളുണ്ടായി, വീട് പണിത്, പലതും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടോ ചത്തുപോയി പോയി. ഇതുവരെ സമ്പാദിച്ചതൊക്കെ എന്ത് ചെയ്തു ആവോ? നമ്മളറിയണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച സാധനങ്ങളൊക്കെ എവിടെ പോകുന്നു എങ്ങനെ അറിയും? വേണമെങ്കിൽ വല്ല വിൽപ്പത്രമൊക്കെ എഴുതി വയ്ക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ആ സമ്പാദ്യങ്ങളൊന്നും ശാശ്വതമല്ല. ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. അതിൽ നിന്ന് കിട്ടുന്ന സുഖവും താൽക്കാലികമാണ്. ലോകത്തിൽ ഭയമില്ലാതാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. വൈരാഗ്യമേ ഭയം. ഭർത്തൃ പറയും, സർവം വസ്തു ഭയാന്വിതം ഭൂവിതണം വൈരാഗ്യമേവാഭയം. ലോകത്തിലെ സകല വസ്തുക്കളും മാറിപ്പോവും, നശിപ്പോവും. എന്നാൽ വൈരാഗ്യമേവാഭയം. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്. വൈരാഗ്യത്തിന് വെറുപ്പല്ല, തെറ്റിദ്ധരിക്കരുത്. വൈരാഗ്യം എന്ന് കേട്ട ഉടനെ മലയാളിക്ക് ഏതാണല്ലോ വരിക, എനിക്ക് അതിനോട് വൈരാഗ്യം ഉണ്ടെന്ന്. വൈരാഗ്യമല്ല, വിരാഗം, അറ്റാച്ച്മെൻറ്റിലിരിക്കുക. അതിലാണ് ഭയമില്ല. അതിന് ഭയമില്ല. വൈരാഗ്യമേവാഭയം. സർവം വസ്തു ഭയാന്വിതം ഭൂവിതണം വൈരാഗ്യമേവാഭയം. സകല വസ്തുക്കളും നമുക്ക് ദുഃഖം തരും, വൈരാഗ്യം മാത്രം നമുക്ക് സുഖം തരും. അതാണ് ഭാഗവത്തിലെ സന്യാസഭാവത്തിലാണ് സുഖം ഉണ്ടാവുക. സന്യാസഭാവം എന്ന് വെച്ചാൽ ഒന്നും എൻ്റേതല്ല, എൻ്റേതായിട്ടൊന്നുമില്ല ഇവിടെ. നമ്മളോട് വന്നപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത്? രണ്ട് കൈയും ചുരുട്ടി പിടിച്ചിട്ട് ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നല്ലേ, അല്ലേ? ഈ ലോകത്തിൽ നമ്മൾ വരുമ്പോൾ എന്ത് കൊണ്ടുവന്നു? പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? ആലോചിച്ചോക്കാം. ചത്തുപോകുന്ന നേരം വസ്ത്രം പോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തരം. ചത്തുപോകുന്ന നേരം വസ്ത്രം പോലും, താനെടുത്ത വസ്ത്രം പോലും കൊണ്ടുപോകണില്ലല്ലോ. വീടിന് മുണ്ടവിടെ പോയി മരിച്ചാൾ എടുത്തുകൊണ്ട് പോയി, ഇങ്ങനെ പറയാറുണ്ടോ? മരിച്ചാൾ മുണ്ടെടുക്കില്ല. ആ ശരീരത്തിനാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ശരിയായ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരണമെങ്കിൽ ഇതെങ്ങനെ ആലോചിക്കണം. നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ആലോചിക്കണം. സുഖായ കർമാണി കരോതി ലോകോ അവൈ സുഖം വാഞ്ഞത് ഉപാരതമ്മ. സുഖം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യണം. എത്ര പേർക്ക് സുഖം കിട്ടുന്നുണ്ട്? അല്ല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ ഒഴുകി പോകും, അല്ലേ? ആ ഒഴുക്കിലെങ്ങനെ പോവാണ്? എന്താ അതിൻ്റെയൊക്കെ ലക്ഷ്യം? ആ ലക്ഷ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒഴുക്ക് വെറുതെ പാഴായി പോവില്ലേ. അതുകൊണ്ട്
സന്യാസേ സർവദാസു എന്നൊരാൾ പറഞ്ഞു. ആ ഗീതയിലും അങ്ങനെയല്ലേ, അർജുനന് ഭയം കൊണ്ടാണോ വിമുഖത കൊണ്ടാണോ എന്നറിയില്ല, അർജുനൻ അവസാനം പറഞ്ഞെന്താണെന്നറിയോ ഭഗവാൻ ഗീതയിൽ? ഞാൻ സന്യസിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള സന്യാസമല്ല. എന്താ മറ്റുള്ളവരോട് വിരോധം കൊണ്ട് സന്യാസിക്കുക, അതല്ല, ജ്ഞാനം കൊണ്ട് സന്യാസിയാവണം. അപ്പം അതുപോലെ ശരീരത്തിനുള്ള ആസക്തി ഇല്ലാതായാലേ ശരിയായ സുഖം കിട്ടൂ. ശരീരമുള്ളിടത്തോളം കാലം നമുക്ക് കൊണ്ടുനടക്കാതിരിക്കാനും വയ്യ, പറ്റുമോ? ശരീരമുള്ളിടത്തോളം കാലം ആ ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ, വസ്ത്രം വേണ്ടേ, ശ്വാസോച്ഛ്വാസം ചെയ്യണ്ടേ, അതൊക്കെ വേണം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? എൻ്റെ സ്വരൂപത്തിനെ അറിയലാണ്. ആ സ്വരൂപജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല. രമണ മഹർഷി എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഞാൻ ആരാണെന്ന് ചിന്തിക്കുക. ഞാൻ ആരാണെന്നുള്ള ചിന്തയാണ് വരിക. ലോക വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് ഓടുന്തോറും അതിനെ ബഹിരംഗ വിജ്ഞാനം എന്ന് പറയും. ബഹിരംഗ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്. അതിന് അവസാനമില്ല, ഉണ്ടോ? ലോകത്തിൽ ഏത് വിഷയം പഠിച്ചാലും മുഴുവൻ പഠിക്കാൻ പറ്റുമോ? ഒരാൾ കെമിസ്ട്രി പഠിച്ചു, ഈ ലോകത്തിലെ കെമിസ്ട്രി മുഴുവൻ പഠിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ ഒരു ബാഹ്യ വിഷയങ്ങൾ എത്ര പഠിച്ചാലും തീരില്ല, കാരണം അപ്പോഴേക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. 10 കൊല്ലം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മാറ്റി പറയും. ആ ബഹിരംഗ വിജ്ഞാനം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് അന്തരംഗ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിനെ കുറിച്ചുള്ള അറിവ്. ഈ സ്വരൂപത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടണമെങ്കിലോ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. സ്വരൂപജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഇതിനാണ് ഗുരു വേണ്ടത്. ലോക വിഷയങ്ങളെ അറിയാൻ ഗുരു ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. പുസ്തകം വായിച്ചിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ കണ്ടുപിടിക്കാം, അല്ലേ? നേരെ മറിച്ച് എൻ്റെ സ്വരൂപത്തിനെ അറിയണമെങ്കിലോ, എൻ്റെ സ്വരൂപത്തിനെ അറിയണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ മാർഗദർശനം വേണം. ഇന്ന് ഗുരുപൂർണിമയാണല്ലോ, അല്ലേ? നമുക്കതിൽ നല്ല ഭാഗ്യം കിട്ടി. ഈ ദിവസം തന്നെ ഗുരുവിനെ സ്മരിക്കാൻ പറ്റിയില്ലേ? ആ ഗുരുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന സ്വരൂപത്തിനെ അറിയൂ. രമണ മഹർഷി എപ്പോഴും ഇതിനാണ് സ്ട്രെസ് ചെയ്യുക. നിങ്ങൾ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അത് ചിന്തിച്ചാൽ അവസാനമില്ല. നേരെ മറിച്ചോ സ്വരൂപത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ശാന്തിയിലേക്ക് നയിക്കും, അത് സമാധാനം ഉണ്ടാക്കിത്തരും, അത് സുഖം ഉണ്ടാക്കിത്തരും. ഒരു സ്വരൂപം എന്താണെന്നറിയാം. ഞാൻ ആരാ? ആലോചിച്ചിട്ടെപ്പോഴും ഞാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? ഈ ഞാൻ എന്ന് പറയുന്നത് ഞാനാരാ? ശരീരമാണോ ഞാൻ? ആണോ? പക്ഷേ ഞാൻ ശരീരം ആരും പറയാറില്ല. പിന്നെന്താ പറയുക? എൻ്റെ ശരീരം. ശരീരം ഞാനാണെങ്കിൽ ഞാൻ ശരീരം എന്നല്ലേ പറയേണ്ടത്. അതുപോലെ മനസ്സാണോ ഞാൻ? എൻ്റെ മനസ്സെന്ന് പറയാറ്, ഞാൻ മനസ്സെന്ന് പറയാറില്ല. ബുദ്ധിയാണോ ഞാൻ ബുദ്ധി എന്ന് ആരും പറയില്ല. ബുദ്ധി ഇല്ലാത്തവരത് പറഞ്ഞു തരാം, അല്ലേ? ബുദ്ധിയുള്ളവരാണെങ്കിൽ എൻ്റെ ബുദ്ധി എന്നേ പറയുള്ളൂ. ലോകത്തിൽ നമ്മൾ ഞാനല്ലാത്ത മറ്റെല്ലാം വിദ്യയാണ്. വിദ്യാർത്ഥം ഇല്ലാത്തതെന്നല്ല, തൽക്കാലത്തേക്ക് മാത്രം കാണുന്നതെന്നർത്ഥം. നേരെ മറിച്ച് ഈ മാറ്റങ്ങളെ മുഴുവൻ അറിയുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലില്ലേ, അല്ലേ? ആ ബോധമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് കണ്ടത് നാളെ കാണില്ല, കണ്ടെങ്കിൽ ഇരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തും. ഇതെല്ലാം മാറും. ഭാഗവതർ ഉദാഹരണം പറഞ്ഞത് വാക്യ സ്വസിദ്ധേ ഉപകർഷണിക്കും. തലയ്ക്ക് വയ്ക്കാൻ സ്വന്തം കൈയുള്ളപ്പോൾ ഒരു തലയുടെ ആവശ്യമുണ്ടെന്ന്. സ്വന്തം കൈ തലയ്ക്ക് വെച്ച് കിടക്കാം, നമുക്ക് ആരെ ആശ്രയിക്കേണ്ട. തലയിൽ കിടന്നാലോ ഉറങ്ങുവച്ചൊക്കെ ആരെങ്കിലും വലിച്ചുകൊണ്ട് പോയിന്ന് വരാം. അപ്പോൾ എൻ്റേതല്ലാത്ത ഒന്ന് ഞാനാണെന്ന് വിചാരിച്ച് ദുഃഖം അനുഭവിക്കുകയല്ലേ. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ എൻ്റെ സ്വരൂപം എന്താണെന്നറിയാം. രമണ മഹർഷിക്കൊക്കെ വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം ഇതാണ്. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അത് അനുഭവത്തിലേക്ക് വന്ന ഞാൻ എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കുക. ശരീരത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ? അല്ല. മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണോ? അല്ല. ബുദ്ധിയെ ഉദ്ദേശിച്ചിട്ടാണോ? അല്ല. പിന്നെന്താ? ഇനിയിപ്പോൾ ഞാനാരാന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും, അല്ലേ? ഇനിയിപ്പോൾ ഞാനാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം അറിയുന്ന ബോധമാണ് ഞാൻ, അല്ലേ? ഇതിനെല്ലാം അറിയുന്നത് ഞാനാണ്. എനിക്ക് സന്തോഷമുണ്ട് എന്നാരറിഞ്ഞു? ഞാനറിഞ്ഞു. എനിക്ക് സങ്കടമുണ്ട് എന്നാരറിഞ്ഞു? ഞാനറിഞ്ഞു, അല്ലേ? എനിക്ക് മനസ്സിലായി എന്നാരറിഞ്ഞു? ഞാനറിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്നാരറിഞ്ഞു? ആരറിഞ്ഞു? അത് ഞാനറിഞ്ഞത്, അല്ലേ? അറിവിനെയും അറിവില്ലായ്മയും അറിയുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ബോധം സദാസമയത്തുണ്ട്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഏത് സ്ഥലത്ത് ചെന്നാലും ഈ ഞാൻ എന്നുള്ള ബോധമാണ് ശരിക്കും സത്യം. അതാണ് സത്യം പരം ധീമതി. അതാണ് പരമസത്യം. മറ്റു
താൽക്കാലികമായിട്ട് കാണുന്ന സത്യങ്ങളല്ലേ. അപ്പോൾ ആ പരമസത്യത്തെ അറിയണമെങ്കിൽ അവനവനിലേക്ക് അതിന് തിരിയണം. പരാഞ്ചുകാണി വിതരണ സ്വയംഭൂ തസ്മാൽ പശ്വതി അന്തരാത്മൻ. ഇന്ദ്രിയങ്ങളൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചത് പുറത്തേക്ക് തിരിച്ചിട്ടാണ്. പുറത്തുള്ള വസ്തുക്കളെ കാണുള്ളൂ, ഉള്ളിലേക്ക് തിരിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കണ്ണിനെ കാണാൻ പറ്റില്ല. വരുമോ? സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം കണ്ണിനെ കാണാൻ പറ്റും. ബാഹ്യ വിഷയങ്ങൾ മാത്രമേ അറിയാൻ പറ്റൂ. ലോകത്തിലെ സകല വിഷയങ്ങളും അറിയും, പക്ഷേ ഇതെല്ലാം അറിയുന്ന ആളെക്കുറിച്ച് അറിയില്ല. ഇതിൽ ക്ഷേത്രം ക്ഷേത്രജ്ഞനെ ഉണ്ടായിട്ട് പറയില്ലേ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രങ്ങളെ നമ്മൾ അറിയും, ക്ഷേത്രജ്ഞനെ അറിയുന്നില്ല. ഈ ക്ഷേത്രജ്ഞൻ ഉള്ളത് കൊണ്ടാണ് അത് ക്ഷേത്രമായത് അല്ലേ. നമ്മളൊരു കെട്ടിടം പണിതാൽ ക്ഷേത്രം എന്ന് പറയും, ഒരു കെട്ടിടം പണിതാൽ ക്ഷേത്രം എന്ന് പറയില്ല. ആ കെട്ടിടത്തിനുള്ളിൽ ഒരു ഈശ്വര പ്രതിഷ്ഠ വേണം, അപ്പോൾ ക്ഷേത്രമാവുള്ളൂ. അതേപോലെ എൻ്റെ ശരീരമാകുന്ന ക്ഷേത്രത്തിന് ക്ഷേത്രമാക്കുന്ന എന്താ? ഈ ചൈതന്യമാണ്, ഈ ബോധമാണ്. ആ ബോധത്തിലേക്ക് മനസ്സ് തിരിയണം. എവിടെയൊക്കെ ഈ ബോധം ഇങ്ങനെ പൊങ്ങി വരുന്നു, ഞാൻ എന്നുള്ള ഒരു ഒരു കോണ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. എത്ര പ്രാവശ്യം ഞാൻ പറയാം. അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്ന ആ തത്വം എന്താണെന്ന് അറിഞ്ഞാൽ മിക്കവാറും ജയിച്ചതാണ്. രമണ മഹർഷി ഒരിക്കലേ അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചില ശിഷ്യന്മാരൊക്കെ ആയിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വളരെ ദൂരെ എന്ന് അദ്ദേഹത്തിനെ കാണാൻ വന്നു, വളരെ അകലേന്ന് വന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി കൊടുത്തു. ഞാൻ അവരൊന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്ന് വെച്ചാൽ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരൊക്കെ പുറത്തിറങ്ങി. ഇയാൾ മാത്രം അവിടെ ഇരുന്നു, വന്ന ആൾ മാത്രം അവിടെ ഇരുന്നു. രമണ മഹർഷി ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരമായിട്ട് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എല്ലാവരും പോയി എന്ന് പറഞ്ഞു. വന്ന ആൾ, എല്ലാവരും പോയി. എല്ലാവരും പോയോ? ഇല്ല, ഞാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതും കൂടി പോട്ടെ എന്ന്. അതുകൂടി പോയാലേ സ്വരൂപത്തിനെ അറിയുള്ളൂ. ഞാനെന്നുള്ള ബോധം ഏതാണ്, അതിൽ അഹങ്കാരം വരുന്നത്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോക വിഷയങ്ങൾ അറിയാനുള്ള, അതൊക്കെ നല്ലതാണ്. ബാഹ്യ ജ്ഞാനമൊക്കെ വേണം. പക്ഷേ സ്വരൂപത്തിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ അറിവൊന്നും നിലനിൽക്കില്ല. അപ്പോൾ വിവേകമുള്ളവരെന്താ ചെയ്യേണ്ടത്? തൻ്റെ സ്വരൂപം എന്താണെന്ന് ഗുരുക്കന്മാരെന്ന് മനസ്സിലാക്കി ആ സ്വരൂപത്തിലേക്ക് മനസ്സിനെ തിരിക്കാൻ സാധിക്കാം. അന്നേ നമുക്ക് മനസ്സമാധാനം കിട്ടും. നിങ്ങൾ വേറെ എന്ത് ചെയ്തോളൂ, എത്ര തലകുത്തി പറഞ്ഞാലും, എവിടെയൊക്കെ പോയാലും, ഏത് അമ്പലത്തിൽ പോയാലും, ഏത് ജ്യോത്സ്യനടുത്ത് പോയാലും, തൻ്റെ സ്വരൂപം അറിയാത്തിടത്തോളം കാലം അയാൾക്ക് സമാധാനം കിട്ടില്ല. സ്വരൂപം അറിയലല്ല, സ്വരൂപം അനുഭവിക്കലാണ്. ഇങ്ങനെയുണ്ട് പ്രത്യേകത. മറ്ററിവുകളൊക്കെ അറിയലാണ് അല്ലേ, മറ്റൊക്കെ അറിയലാണ്. പക്ഷേ സ്വരൂപജ്ഞാനോ അത് അനുഭവിക്കലാണ്. അതെന്താ വ്യത്യാസം? സാധാരണ ഒരു വിഷയം നമ്മൾ അറിയണമെങ്കിൽ അറിയുന്ന വസ്തു, അറിയുന്ന ആൾ, അറിവ്, 3 ഘടകം വേണ്ടേ അല്ലേ. ഞാൻ ഈ പുസ്തകത്തിനെ അറിയണമെങ്കിൽ പുസ്തകം വേണം, പുസ്തകവും നോക്കാനൊരാൾ വേണം, ആ പുസ്തകവും ഞാനുമായിട്ട് ഒരു ബന്ധവും വേണം, അല്ലെങ്കിൽ അറിയോ. 3 ഫാക്ടറുണ്ട് അല്ലേ. ഒരു വസ്തുവിനെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ ആ അറിവിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം എന്താ വെച്ചാൽ വസ്തു. രണ്ടാമത്തെ ഘടകം എന്താ വെച്ചാൽ അതിനെ അറിയാനൊരാൾ. പുസ്തകം എവിടെയെങ്കിലും ഇരുന്നാൽ ഞാൻ അറിയുമോ? പുസ്തകം എവിടെയെങ്കിലും ഇരുന്നാൽ അറിയില്ല. പുസ്തകം എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിലേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ അറിയുന്ന വസ്തു, അറിയുന്ന ആൾ, പിന്നെ അറിവെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്. 3 ഘടകമില്ലേ അല്ലേ. അതിന് ത്രിപുടി എന്ന് പറയും. അത് ശ്രീനാരായണ ഗുരുദേവൻ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്നാണ്. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് എല്ലാ അറിവിനും ഉണ്ടാവുക. പക്ഷെ എന്നെ അറിയാനോ? എന്നെ അറിയുന്ന ആളാരാ? ഞാൻ. അറിയുന്ന വസ്തു എന്താ? ഞാൻ. അറിവെന്താ? അത് ഞാൻ. അവിടെ അറിയുന്ന ആൾ, അറിയുന്ന വസ്തു, അറിവ്, ഈ ഭേദമില്ല. അപ്പോൾ അത് ഒന്നിനെ ആശ്രയിച്ചിട്ടില്ല അറിവ്. ഞാനുണ്ടെന്നുള്ള ബോധം ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ? ഞാനുണ്ടെന്ന് ആരെങ്കിലും പറയണോ? അടുത്തിരിക്കുന്ന ആളില്ല, ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. ഇരുട്ടത്താണെങ്കിൽ വേണമെങ്കിൽ തപ്പി നോക്കാം അല്ലേ. പക്ഷേ ഈ അറിവ്, മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിനൊക്കെ 3 ഘടകം വേണം. നേരെ മറിച്ച് എന്നെക്കുറിച്ച് അറിയാനോ? അതാണ് മറ്റൊന്നിനെ ആശ്രയിക്കാത്ത അറിവാണെന്ന് പറഞ്ഞത്. അത് അറിവെന്നല്ല, ശരിക്കും അനുഭവമാണ്. അറിവെന്ന് പറഞ്ഞാൽ പോരാ. അറിവെന്ന് പറയുമ്പോൾ ഈ 3 ഘടകം വേണ്ടേ. ഇപ്പോൾ എൻ്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നുമല്ല. ഞാനിവിടെ നാടകത്തിൽ വേഷം കെട്ടി വന്ന ഒരാളെ പോലെ. നാടകത്തിൽ വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ ഭഗവാൻ തന്ന വേഷം ഭംഗിയായിട്ട് അഭിനയിക്കുക. അതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? ഈശ്വരൻ തന്ന ആ വേഷം ഭംഗിയായിട്ട് അഭിനയിച്ച് തിരിച്ചു പോകാമെന്നല്ലാതെ
ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രകൃതി മാറ്റാൻ പറ്റുമോ? ഒന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ ആ വേഷം, അതാണ് വേഷം എനിക്ക് എന്തെന്ന് വിധിപ്പത് വിഭവ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ എൻ കൃത്യൻ. എൻ്റെ കൃത്യം എന്താ വെച്ചാൽ ഈശ്വരൻ എന്ന വേഷം ഭംഗിയായിട്ട് അഭിനയിച്ച് അനായാസേന മരണം വിനാദൈന്യേന ജീവിതം, കഷ്ടപ്പാടില്ലാണ്ട് ജീവിക്കുക, അനായാസമായിട്ട് മരിക്കാൻ സാധിക്കുക, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുക. ഇത് മൂന്ന് സാധിച്ചാൽ ആ ജന്മം സഫലമായി. ഈ അറിവ് വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്നെ ഈ ലോക വിഷയങ്ങളോടുള്ള ആസക്തി ഇല്ലാതാണ്. ആസക്തി ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ അറ്റാച്ച്മെൻറ്റ് വിട്ടുപോകില്ല, ആകർഷണത്തിൽ വിട്ടുപോകില്ല. ഒരാളെ കഥ കണ്ടിട്ടുണ്ട്. ഒരാൾ കടത്ത് കിടക്കാൻ വേണ്ടി പുഴയോട് ചെന്നു, പുഴവക്കത്ത് ചെന്നു. അപ്പോൾ ഒരു കടത്തുകാരനുണ്ട്, വഞ്ചിയുണ്ട് അവിടെ. വിളിച്ചിട്ട് കടത്തുകാരനെ കാണില്ല. കുറേ നേരം വിളിച്ചിട്ടും കടത്തുകാരനെ കാണില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെത്താനെ ആ തോണിയിൽ കയറിയിരുന്ന് തുഴയാൻ തുടങ്ങി. തുഴഞ്ഞിട്ട് അക്കരെ എത്തണില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ? കെട്ടഴിച്ചിട്ടില്ല. കെട്ടഴിക്കാണ്ട് എത്ര തുഴഞ്ഞാലും അക്കരെ എത്തില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ? ബന്ധുക്കൾ അർത്ഥക പുത്രാദിജാലോതിൽ ബന്ധിച്ചവൻ നിലയിൽ നിന്റെ അത്തമുഖ ബന്ധുക്കൾ അർത്ഥ ഗൃഹപുത്രാദിജാലം, വീട്, കുടുംബം, കുട്ടികൾ, ഇതിലൊക്കെ മനസ്സ് കുടുങ്ങി കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. സ്വരൂപജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എല്ലാവരും ഉപേക്ഷിക്കാനൊക്കെ അത് അവളെ കാണിച്ചാൽ നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ. അവിടെ ഉപേക്ഷിക്കണമെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അതിനുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാവുക. മനസ്സുകൊണ്ട് ഇതൊന്നും എൻ്റെ അല്ല, ഇതൊക്കെ ഞാൻ തൽക്കാലം ഈ ജീവിത നാടകം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വീകരിച്ച വേഷങ്ങളാണ്. അത് കഴിഞ്ഞാലോ, ആ സമയം കഴിഞ്ഞാൽ നമ്മുടെ വഴിക്ക് വിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പിന്നെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോട് ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു വിരോധമോ ഒന്നും തോന്നില്ല. കാരണം അയാളുടെ ഒരു വേഷം അയാൾ അഭിനയിക്കണം, എൻ്റെ വേഷം ഞാൻ അഭിനയിക്കണം. എന്താ കുഴപ്പം? നാടകത്തിൽ ഓരോരുത്തർക്കും ഓരോ വേഷം ഉണ്ടല്ലോ. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വേഷമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വേഷമായിരിക്കും, ഉണ്ടാവില്ലേ? ചിലപ്പോൾ അവിടെ വിചിത്രമായിട്ട് കാണാം. ഒരാൾ ഒരു നാട്ടിലൊരു നാടക സംഘം വന്നു. അത്രേ നാടക സംഘം പഴയ കാലത്ത് ഇങ്ങനെ നാടകങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ നാടക സംഘം വന്നപ്പോൾ അവിടെ ഒരു വലിയ പണക്കാരുണ്ട്. അയാൾക്ക് തോന്നി എനിക്ക് ഈ നാടകത്തിൽ അഭിനയിക്കണം. നാടകത്തിൽ അഭിനയിച്ച നാട്ടുകാരൊക്കെ എന്നെ കാണുമല്ലോ അല്ലേ? അപ്പോൾ അയാൾ ഈ സംഘാടകരോട് പറഞ്ഞു, നാടക സംഘത്തിൻ്റെ നേതാവിനോട് പറഞ്ഞു, എനിക്കും ഒരു റോള് തരണം, എനിക്കൊരു വേഷം തരണം നാടകത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അഭിനയിക്കാനുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് ആവശ്യമില്ല. ഇയാൾക്ക് വലിയ നിർബന്ധം, എനിക്കതിന് അഭിനയിക്കണം. അവസാനം ഈ നാടക സംഘക്കാർ പറഞ്ഞു, ഒരു 50,000 രൂപ ഡൊണേഷൻ തന്നാൽ റോള് തരാം, 50,000 രൂപ ഡൊണേഷൻ തരണം. അയാൾ അതിനും തയ്യാറായി. 50,000 രൂപ ഡൊണേഷൻ കൊടുത്ത് നാടകത്തിൽ അഭിനയിച്ചു. ആരായിട്ട് അഭിനയിച്ചത്? പിച്ചക്കാരനായിട്ട്. 50,000 രൂപ കൊടുത്തിട്ട് അമ്മ എന്ന് പറഞ്ഞ് അല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഈശ്വരൻ എന്ന വേഷമാണ് അഭിനയിച്ചാൽ മറ്റുള്ള വേഷം കിട്ടാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം അതുകൊണ്ട് ഈശ്വരചിന്ത വന്നാൽ ഈ ഞാൻ എന്നുള്ള ഭാവത്തിന് കുറച്ച് മാറ്റം വരും. കാരണം അതും ഈശ്വരൻ, ഇതും ഈശ്വരൻ, എല്ലാം ഈശ്വരൻ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ രണ്ടെന്നുള്ള ഭാവമില്ല. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞു, ഒന്നായി നിന്നേഹ രണ്ടെന്ന് കണ്ട അളവിലുണ്ടായ ഇണ്ടൽ മാറും. എല്ലാ ദുഃഖത്തിനും കാരണം ഈ ദ്വൈതമാണ്. ഭാഗവതം 9 യോഗീശ്വരന്മാരുടെ ഉപദേശം പറയും ഭയം ദ്വിതീയാഭിനിവേശതസ്യാൽ. ഭയം എന്നുള്ള വികാരം എങ്ങനെ ഉണ്ടാവുക? രണ്ടെന്നുള്ള തോന്നൽ വരുമ്പോഴാണ് അല്ലേ? ഇതാണ് വേദാന്ത ശാസ്ത്രം. എത്ര രസമാണെന്നറിയോ? പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല സംശയങ്ങളും തീരും. രണ്ടെന്നുള്ള ഭാവം വരുമ്പോഴേ ഭയമുള്ളൂ. ഒന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭയം ഉണ്ടാവില്ല. ഈ ലോകത്തിൽ ഈ രണ്ടെന്നുള്ള ഭാവം എവിടെ വന്നോ അവിടെയൊക്കെ വികാരങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പറയാമല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയാവുമെന്ന് പറയും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയാവും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തിനാണ് പേടിക്കണേ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താ വിചാരം? അവിടെ ആരെങ്കിലും വന്നാലോ എന്നുള്ള വിചാരമാണ് അല്ലേ? ഒരു ഭൂതോ പ്രേതോ കള്ളനോ ആരെങ്കിലും വന്നാലോ, അത് ആലോചിക്കുമ്പോൾ ഇല്ലാത്ത ഭയം നമ്മളിങ്ങനെ അരിച്ചു കയറും അല്ലേ? രണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ പിന്നെ ഭയമില്ല. ആലോചിച്ച് നോക്കാം, രണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ ആരെ ഭയപ്പെടും? രണ്ടാമതൊരു വസ്തു, ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ രണ്ടാമതൊരു വസ്തു ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ
അയാളെ സംബന്ധിച്ച് ഭയം എന്നൊരവസ്ഥയില്ല. അല്ലേ? ഇനിയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടി കഴിഞ്ഞാൽ ആലോചിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? ആ ഭയം ഇല്ലാതാവണമെങ്കിൽ രണ്ടെന്നുള്ള ഭാവം പോകണം. അപ്പം അതുകൊണ്ട് ഈ രണ്ടെന്നുള്ള ഭാവം വരുമ്പോഴാണ് മറ്റ് ദോഷങ്ങളൊക്കെ വരിക. കാമക്രോധ ലോഭമോഹാദികൾ, കാമം, ക്രോധം, ലോഭം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 ദോഷങ്ങൾ ആരോടുണ്ടാവും? എനിക്ക് എന്നോട് കാമം ഉണ്ടാവും, എനിക്ക് എന്നോട് ക്രോധം ഉണ്ടാവും. ഞാനല്ലാതെ മറ്റൊരാളോട് മാത്രമേ എനിക്ക് ഭയമുള്ളൂ, മറ്റൊരാളെക്കുറിച്ച് ക്രോധമുള്ളൂ, മറ്റൊരാളെക്കുറിച്ച് രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് വികാരങ്ങളുള്ളൂ. രണ്ടാമതൊരു വസ്തു ഇല്ലെങ്കിലോ? രണ്ടാമതൊരു വസ്തു ഇല്ലാന്ന് പുസ്തകത്തിൽ വായിച്ചു പിടിച്ചാൽ പോരാ കേട്ടോ, അതൊന്നുമില്ല. ആ അനുഭവം വരണം. അതിനൊരു ഉദാഹരണമാണ് ശ്രീശിവ ബ്രഹ്മർഷി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് വേദവ്യാസ മഹർഷി വിളിച്ചു, പുത്രാന്ന് വിളിച്ചു, മകനേന്ന് വിളിച്ചു. അപ്പോൾ ആരാ വിളി കേട്ടെന്നറിയോ? തരവോഭിനേതു, വൃക്ഷങ്ങളൊക്കെ വിളി കേട്ടു അത്രേ. മകനെ വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വിളി കേട്ടു എന്നാണ്. കാരണം അത്രയും തന്മയീഭാവം വന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പം അങ്ങനെ പരമശാന്തന്മാരായി സന്മയീഭാവം വന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാമക്രോധങ്ങളൊന്നും ഉണ്ടാവില്ല. 6 ശത്രുക്കളാണ് ലക്ഷ്മണൻ അവിടെ പറയണ്ടേ, 6 ശത്രുക്കളാണ് ഉണ്ടാവുക. ശത്രുക്കളാകുന്നത് എന്ന് പറയുന്നത് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ള എന്നതിൽ ക്രോധം അറിയടോ. എല്ലാം മോക്ഷത്തിന് തടസ്സം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രോധമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 ശത്രുക്കളാണ് നമ്മളുടെ മനസ്സിനെ കലുഷമാക്കുക. മനസ്സിൻ്റെ കാലുഷ്യം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയി ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുക. അല്ലാണ്ട് മറ്റൊന്നല്ല. ശത്രുസംഹാരം എന്ന് പറഞ്ഞാൽ ഒരാൾ ശത്രുസംഹാര പുഷ്പാഞ്ജലിക്ക് റെസീറ്റൊക്കെ എഴുതി ശാന്തിക്കാരനെ കൊടുത്തിട്ട് പറഞ്ഞു, നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, എന്നാൽ ഞാനവിടെ ചെല്ലുമ്പോഴേക്കും അതിൻ്റെ പരിപാടി തരുന്നുണ്ടാവും. അങ്ങനെ സന്തോഷമായിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇയാൾ ഉദ്ദേശിച്ച ആളുണ്ടല്ലോ, അയാളവിടെ കൗണ്ടറിൽ നിന്നിട്ട് ശത്രുസംഹാരത്തിൽ രസിക്കുവാൻ. ഏത് ശത്രുവിനെ ഭഗവാൻ നശിപ്പിക്കുക? അപ്പോൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ശത്രു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ശത്രുക്കളല്ല, നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാനാണ്. ആ ശത്രുക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താ ഞാൻ എന്നുള്ള ആ ബോധം, ആ വസ്തുവിനെ അറിയാതെ ലോക വിഷയങ്ങളൊക്കെ ഞാനാണെന്ന് വിചാരിക്കുക. ശരീരം ഞാനാണ്, അല്ലേ? മനസ്സ് ഞാനാണ്, ബുദ്ധി ഞാനാണ്, ഇതൊക്കെ എൻ്റെയാണ്. ആ ചിന്ത വരാൻ കാരണം മനസ്സിൽ കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണം കൊണ്ട് കാമവും ക്രോധവും വർദ്ധിച്ചു വരും. അത് പോയാൽ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുക വെച്ചാൽ ഇൻ്റലക്ച്വൽ നോളജ് അല്ല കേട്ടോ, ഇൻ്റലക്ച്വലായിട്ട് മനസ്സിലാക്കുകയല്ല, അതായിട്ട് അനുഭവിക്കുക, അതായിത്തീരുക. അതുകൊണ്ടാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാവുന്ന അർത്ഥം, വേറെ വസ്തുവല്ല. കാരണം അറിയുന്ന വസ്തുവും അറിയുന്ന ആളും അറിവും ഒന്നായി കഴിഞ്ഞപ്പോൾ ഈശ്വരൻ വേറെ, ഞാൻ വേറെ, പ്രപഞ്ചം വേറെ, ഈ ചിന്തയില്ല. എന്തുപോലെ? ഉപ്പ് പാവ കടലിറങ്ങിയ പോലെ എന്ന് പറയും. രാമകൃഷ്ണൻ്റെ ഉദാഹരണമാണ്. ഉപ്പ് കൊണ്ടൊരു പാവ, ഉപ്പ് കല്ലുകൊണ്ട് പാവ ഉണ്ടാക്കി. ഈ പാവയ്ക്ക് സമുദ്രത്തിൻ്റെ ആഴം അറിയണമെന്ന് തോന്നി. എന്നിട്ട് ഈ ഉപ്പ് പാവ കടലിലേക്ക് ഇറങ്ങി. പിന്നെ എന്താ സംഭവിക്കുക? അതായി മാറി. അതുപോലെ ഈ അറിവ് പുറമേ നിന്ന് കേട്ടാൽ പോരാ, മനനം ചെയ്യണം. മനനം ചെയ്ത് ഇതിൻ്റെ സ്വരൂപം എന്താണെന്ന് ചിന്തിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അപ്പോൾ അതാണ് ലക്ഷ്മണോപദേശത്തിൻ്റെ ഒരു വളരെ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലക്ഷ്മണോപദേശം. ആദ്യം 3 കാര്യമാണ്. ഒന്ന്, ഈ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് മനസ്സിലാക്കുക, അപ്പോഴേ വൈരാഗ്യം വരുള്ളൂ. രണ്ടാമത് ഈ കിട്ടിയ മനുഷ്യ ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. വേണ്ടേ? നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ച് നശിപ്പിക്കാനുള്ളതാണോ ശരീരം? അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾ തന്നെയല്ലേ ചെയ്യാം. മൃഗങ്ങൾ അവർ തീറ്റ തിന്നും, കുറെ കഴിഞ്ഞാൽ മരിച്ചു പോകും. അതാണോ നമ്മുടെ ലക്ഷ്യം? മൂന്നാമതായിട്ട് ശാന്തിയും സമാധാനവും പുറത്ത് കിട്ടുന്നതല്ല, അവൻ്റെ മനസ്സ് തന്നെ അതിൽ പ്രവർത്തിക്കണം. മനസ്സിലാണ് ഇതുണ്ടാവേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ലക്ഷ്മണോപദേശത്തിലുള്ളത്. ഇതൊക്കെ കേട്ടങ്ങനെ മറന്നു പോയാൽ പോരാ. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം, ആലോചിച്ച് നോക്കാം. നമുക്ക് ദുഃഖം വരുമ്പോൾ ആർക്കാ ദുഃഖം വന്നത്? ശരീരത്തിനാണോ മനസ്സിനാണോ? അല്ല, അത് മനസ്സിന് ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിന് കാരണമായത് എന്താണോ? ഈ ദ്വൈതഭാവമാണ്, രണ്ടെന്നുള്ള ഭാവമാണ്. അങ്ങനെ ഓരോന്നിനെയും വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും ആനന്ദ സ്വരൂപികളാണ്. ശാന്തരാനന്ദ അവബോധാത്മമാണ് നമ്മുടെ സ്വരൂപം. തെറ്റിദ്ധാരണ കൊണ്ട് മറ്റു പലതാണെന്ന് വിചാരിക്കുക, അല്ലേ? ഞാനല്ലാത്തതൊക്കെ
ഞാനാണെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ദുഃഖിക്കല്ലേ. ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ഞാനാണെന്ന് തോന്നുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. ഇതുമായിട്ട് ബന്ധമില്ലാത്ത സമയത്ത് നമുക്ക് ദുഃഖമില്ല. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ, സുഷുപ്തി എന്നല്ലേ, സുഖമായിട്ട് ഉറങ്ങാം. സുഖമായിട്ട് ഉറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് സുഖം അനുഭവിച്ചത്? ശരീരം കൊണ്ടാണോ? ശരീരബോധം ഇല്ലാത്ത സമയത്ത് അല്ലേ? സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ശരീരം എവിടെ കിടക്കണമെന്ന് നമ്മൾ അറിയാറില്ല. കട്ടിലുമ്പോൾ കിടന്ന ആൾ ഉരുണ്ട് താഴത്ത് വീണ് അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. ശരീരബോധമില്ല. അതുപോലെ സുഷുപ്തിയിൽ മനസ്സ് പ്രവർത്തിക്കുമോ? മനസ്സ് പ്രവർത്തിക്കുമോ? സുഷുപ്തിയിൽ മനസ്സും പ്രവർത്തിക്കില്ല. പിന്നെ ബുദ്ധി പ്രവർത്തിക്കുമോ? അത് നോക്കാം. സുഷുപ്തിയെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു കള്ളം കയറിയാൽ നമ്മൾ അറിയില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല. അപ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും ആ സമയത്ത് പ്രവർത്തിക്കില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്തായി? സുഖം കിട്ടി. അങ്ങനെയല്ലേ പറയാറ്? സുഖമായിട്ട് ഉറങ്ങിയെന്നല്ലേ പറയാറ്? ദുഃഖമായിട്ട് ഉറങ്ങിയെന്ന് പറയാറുണ്ടോ? സുഖമായിട്ട് ഉറങ്ങി. ഈ സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ എനിക്ക് ആരാ സുഖം തന്നത്? ശരീരമാണോ സുഖം തന്നത്? മനസ്സാണോ സുഖം തന്നത്? ബുദ്ധിയാണോ സുഖം തന്നത്? ആരും തന്നതല്ല. എൻ്റെ സ്വരൂപം തന്നെ സുഖമാണ്. ഞാൻ ആ സ്വരൂപത്തിലേക്ക് എത്തിയപ്പോൾ മറ്റതൊക്കെ അതിന് പ്രത്യേകിച്ച് ഫലമില്ലാതായി. ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ വിട്ട് ഞാൻ എൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിയപ്പോൾ എനിക്ക് സുഖമായിരുന്നു. എപ്പോഴാണോ ശരീരം, മനസ്സ്, ബുദ്ധിയായിട്ട് ബന്ധപ്പെടുക, അപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരും. ഇത് വെറുതെ പറയല്ല. നമുക്ക് നാളെ കാലത്ത് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി. സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ശരീരമാണോ സുഖം തന്നത്? അല്ല. മനസ്സാണോ? മനസ്സിന് ചിന്തകൾ വന്നാൽ പിന്നെ ഉറക്കം വരില്ലല്ലോ. ബുദ്ധിയാണോ? ഇതൊന്നുമല്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാനെന്നൊരു ബോധം, ആ ബോധമാണ് എനിക്ക് സുഖം തന്നത്. എൻ്റെ സ്വരൂപം തന്നെ ആ സുഖമാണ്. അപ്പോൾ സുഖാനുഭവത്തിന് ഇത് മൂന്നും വേണ്ട. നമ്മുടെ സ്വരൂപജ്ഞാനം മതി. ആ സ്വരൂപജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സുഖമില്ല, ദുഃഖമില്ല, സുഖമാണ് ഉണ്ടാവുക. കാലത്ത് എഴുന്നേറ്റ് നമുക്ക് 5 മണിക്ക് അലാറം വെച്ചിട്ട് കിടന്നുറങ്ങാൻ അർത്ഥം എന്താ അറിയാം? 5 മണിക്ക് ദുഃഖം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? 5 മണിക്ക് ദുഃഖം തുടങ്ങാൻ തീരുമാനിച്ചതാണ് 5 മണിക്ക് അലാറം വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാവം, അതായത് എല്ലാം ബ്രഹ്മമയമാണെന്നുള്ള അറിവ്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയുള്ള സാധനമൊന്നുമല്ല, നമ്മളിലുള്ള ആ ബോധം തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ജീവഭാവം. അപ്പോൾ അതുകൊണ്ട് സുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ജീവിത ലക്ഷ്യം തിരിച്ചറിയണം. എന്നാലേ ഇത് അനുഭവിക്കാൻ പറ്റൂ. അതിനാണ് ആ ലക്ഷ്മോപദേശത്തിൽ പ്രാധാന്യം കൊടുത്തതെന്ന് അർത്ഥം. നമുക്കിനി വിസ്തരിച്ച് പറയാൻ പറ്റില്ല. ഓരോ വരി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത്. അതുപോലെ ഹരേ രാമ